നമസ്കാരം. നമ്മുടെ ഫിസിക്സ് ക്ലാസ്സിൻ്റെ മൂന്നാമത്തെ ചാപ്റ്ററാണ്. നമ്മൾ പ്ലസ് ടു ഫിസിക്സിൻ്റെ മൂന്നാമത്തെ ചാപ്റ്റർ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന ചാപ്റ്ററാണ്. അതിന് 2 ചാപ്റ്റർ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ടെക്സ്റ്റ് ബുക്ക് എക്സസൈസ് നിങ്ങൾ ചെയ്ത് നോക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കറണ്ട് ഇലക്ട്രിസിറ്റിക്കകത്ത് നമുക്ക് ഇന്ന് പഠിക്കേണ്ട ടോപ്പിക്സാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഇലക്ട്രിക് കറണ്ട്, ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് കറണ്ട്, current density, electric current in conductors and Ohm's law. ഇത്രയും ടോപ്പിക്ക് നമുക്ക് ഇന്ന് നോക്കണം. കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ആണ് പഠിച്ചത്. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞ ഇലക്ട്രിക് ചാർജസ് അറ്റ് റെസ്റ്റ് ആണ്. അതിൻ്റെ ഓപ്പോസിറ്റാണ് കറണ്ട് ഇലക്ട്രിസിറ്റി, ഇലക്ട്രിക് ചാർജസ് ഇൻ മോഷൻ. കറണ്ട് ഇലക്ട്രിസിറ്റി, സ്റ്റാറ്റിക് കറണ്ട്. നേരത്തെ കേട്ടുണ്ട് വാട്ടർ കറണ്ട്. വാട്ടർ കറണ്ട് എന്ന് പറഞ്ഞാൽ ജലപ്രവാഹം, വാട്ടർ കറണ്ട്. എയർ കറണ്ട് എന്ന് പറഞ്ഞാൽ വായു പ്രവാഹം. ഇപ്പോൾ ഇലക്ട്രിക് കറണ്ട്, ഇലക്ട്രോൺസിൻ്റെ പ്രവാഹം. അപ്പോൾ കറണ്ട് എന്ന വാക്കിൻ്റെ അർത്ഥം പ്രവാഹം എന്നാണ്. വാട്ടർ കറണ്ട്, എയർ കറണ്ട്, ഇലക്ട്രിക് കറണ്ട്. അപ്പോൾ വാട്ട് ഈസ് ഇലക്ട്രിക് കറണ്ട് എന്ന് ചോദിക്കുവാണെങ്കിൽ ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുവാണെങ്കിൽ അത് കറക്റ്റ് ആകത്തില്ല. അതിന് ഏകദേശം ഐഡിയ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. കറക്റ്റായിട്ട് പറയുമ്പോൾ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുവാണെങ്കിൽ ഒരു കണ്ടക്ടറിനകത്ത് ഒത്തിരി ഫ്രീ ഇലക്ട്രോൺസ് കാണും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം റാൻഡം മോഷനിലാണ്. പക്ഷേ കണ്ടക്ടറിനകത്ത് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, ഇലക്ട്രിക് കറണ്ട് ഇല്ല. അപ്പോൾ റാൻഡം മോഷനിലാണ്, നെറ്റ് വിട്ട് 0 ആകും. അപ്പോൾ ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ ഡയറക്റ്റഡ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് എന്ന്. കറക്റ്റായിട്ട് ഡയറക്റ്റഡ് ഫ്ലോ ആണ്, ഓഫ് ഇലക്ട്രോൺസ് ആണ് ഇലക്ട്രിക് കറണ്ട് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഡയറക്റ്റഡ് ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഈ സ്ട്രെങ്ത് ഓഫ് ഇലക്ട്രിക് കറണ്ട് നമുക്ക് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും മെഷറബിൾ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ സ്ട്രെങ്ത് ഓഫ് ഇലക്ട്രിക് കറണ്ട് നമ്മൾ പറഞ്ഞത്, സ്ട്രെങ്ത് ഓഫ് ഇലക്ട്രിക് കറണ്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജ് ഫ്ലോയിങ് പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ ഒരു ഗിവൺ ഏരിയയിൽ കൂടി പാസ് ചെയ്തു പോകുന്ന ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. ഇലക്ട്രിക് കറണ്ട് I ഈസ് ഈക്വൽ ടു Q ബൈ ടി, ചാർജ് ഫ്ലോയിങ് പെർ യൂണിറ്റ് ടൈം. I ഈക്വൽസ് Q ബൈ ടി. ചാർജിൻ്റെ യൂണിറ്റ് കൂളോം ആണ്, ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡാണ്, കൂളോം സെക്കൻഡ്സ്. 1 കൂളോം സെക്കൻഡ് ഈസ് ഈക്വൽ ടു 1 ആംപിയർ. സയൻറ്റിസ്റ്റിൻ്റെ പേരാണ്. അദ്ദേഹത്തിലുള്ള ആദരസൂചകമായിട്ടാണ് നമ്മൾ ഇലക്ട്രിക് കറണ്ടിൻ്റെ യൂണിറ്റ് ആംപിയർ എന്ന് കൊടുത്തിരിക്കുന്നത്. 1 ആംപിയർ ഇസ് 1 കൂളോം പെർ സെക്കൻഡ്. 1 കൂളോം പെർ സെക്കൻഡാണ് 1 ആംപിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കണ്ടക്ടറിൽ കൂടി പാസ് ചെയ്യുന്ന ഇലക്ട്രോൺസ്, ഈ ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡ് കോൺസ്റ്റൻ്റ് ആണെങ്കിലാണ് നമ്മൾ ഈ ഇക്വേഷൻ ഉപയോഗിക്കുന്നത്. അത് വേരി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഈസ് നോട്ട് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ അവിടെ ഇൻസ്റ്റൻറ്റേനിയസ് കറണ്ടാണ്. ഇൻസ്റ്റൻറ്റേനിയസ് കറണ്ട് ഇൻസ്റ്റൻറ്റേനിയസ് കറണ്ട് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റൻറ്റേനിയസ് ഈസ് ഈക്വൽ ടു, അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് dQ ബൈ dt ആണ്. dQ ബൈ dt ഇൻസ്റ്റൻറ്റേനിയസ് കറണ്ട്. അത് ചാർജ് di, അതല്ലെങ്കിൽ di ഈസ് ഈക്വൽ ടു di എന്ന് കൊടുക്കാം. di ഇൻസ്റ്റൻറ്റേനിയസ് കറണ്ട് dQ ബൈ dt, അത് di. അത് ചാർജ് ഈസ് നോട്ട് കോൺസ്റ്റൻറ്റ്, വേരി ചെയ്യുന്ന കേസിലാണ് നമ്മൾ ആ ഇക്വേഷൻ അവിടെ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞു ഇലക്ട്രിക് കറണ്ട് ഈസ് ദ ഡയറക്റ്റഡ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ്. അപ്പോൾ ഡയറക്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഡയറക്ഷൻ ഉള്ളതുകൊണ്ട് ഇലക്ട്രിക് കറണ്ട് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് വിചാരിക്കും. പക്ഷേ അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി അല്ല. ഡയറക്ഷൻ ഉണ്ടെങ്കിലും ഇലക്ട്രിക് കറണ്ട് വെക്റ്റർ ക്വാണ്ടിറ്റി അല്ല, ഒരു സ്കെലാർ ക്വാണ്ടിറ്റിയാണ്. കാരണം it does not obey the laws of vector addition. ട്രയാങ്കിൾ ലോ ഉണ്ട്, പാരലലോഗ്രാം ലോ ഉണ്ട്. വെക്റ്റർ അഡീഷൻ ലോസ് ഒന്നും ഈ ഇലക്ട്രിക് കറണ്ട് എന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി ഒബേ ചെയ്യത്തില്ല. അതുകൊണ്ട് ഇലക്ട്രിക് കറണ്ട് ഈസ് കൺസിഡേർഡ് ആസ് എ സ്കെലാർ ക്വാണ്ടിറ്റി, അത് വെക്റ്റർ ക്വാണ്ടിറ്റി അല്ല. നെക്സ്റ്റ് വൺ ഈസ് ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് കറണ്ട് നമ്മൾ വിചാരിക്കും ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് കറണ്ട് ഈസ് ഫ്രം നെഗറ്റീവ് ചാർജ് മൂവ് ചെയ്യുന്നതുകൊണ്ട് നെഗറ്റീവ് ടു പോസിറ്റീവ് ആണെന്ന് വിചാരിക്കും. പക്ഷെ അത് കറക്റ്റല്ല. നമ്മൾ ചാർജിൻ്റെ ഫ്ലോ നെഗറ്റീവ് ടു പോസിറ്റീവ് ആണെങ്കിലും ഡയറക്ഷൻ ഓഫ് കറണ്ട് എപ്പോഴും പറഞ്ഞത് പോസിറ്റീവ് ടു
നെഗറ്റീവാണ്. പോസിറ്റീവ് ചാർജിൻ്റെ മോഷനായിട്ടാണ് നമ്മളെപ്പോഴും എടുക്കുന്നത്. അതായത് കൂടിയിടത്ത് നിന്നും കുറഞ്ഞിടത്തേക്ക്. അപ്പോൾ ജലം ഒഴുകണമെങ്കിൽ ഹയർ ലെവൽ ടു ലോവർ ലെവൽ. കാറ്റ് വായുപ്രവാഹം നടക്കുന്നത് ഹൈ പ്രഷർ ടു ലോ പ്രഷർ. അപ്പോൾ ഇവിടെ ഇലക്ട്രിക് കറണ്ടിൻ്റെ ഫ്ലോ ഫ്രം ഹൈ പൊട്ടൻഷ്യൽ ടു ലോ പൊട്ടൻഷ്യൽ. ഹൈ പൊട്ടൻഷ്യൽ നമ്മളോട് ഇവിടെ എടുക്കുന്നത് പോസിറ്റീവാണ്, ലോ നെഗറ്റീവാണ്. ആക്ച്വൽ ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറണ്ട് ഈസ് ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവാണ്. പക്ഷേ ഇലക്ട്രിക് കറണ്ട് ഡയറക്ഷൻ നമ്മൾ പറയുന്നത് ഇറ്റ് ഈസ് എ കൺവെൻഷണൽ ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറണ്ട് എപ്പോഴും പോസിറ്റീവ് ടു നെഗറ്റീവായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അത് പ്രത്യേകം ഓർത്തിരിക്കുക. കൺവെൻഷണൽ ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറണ്ട് ഈസ് ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ്. ഇത് വെക്ടർ ക്വാണ്ടിറ്റി അല്ല, സ്ക്വയർ ക്വാണ്ടിറ്റി ആണ്. ഇത് ഡസ് നോട്ട് ഒബേ ദ ലോസ് ഓഫ് വെക്ടർ അഡീഷൻ. അടുത്ത കറണ്ട് ഡെൻസിറ്റി. കറണ്ട് ഡെൻസിറ്റി ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. കറണ്ട് ഡെൻസിറ്റി J is the current flowing per unit area in a given time. J is equal to current flowing per unit area I/A. ഒരു യൂണിറ്റ് ഏരിയയ്ക്കൂടെ ഫ്ലോ ചെയ്യുന്ന ഇലക്ട്രിക് കറണ്ടാണ് കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത്. കറണ്ട് ഡെൻസിറ്റി J = I/A. അപ്പോൾ അത് ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. കറണ്ട് ഡെൻസിറ്റി ഈസ് ഒരു അവിടെ അത്രയും റെസ്ട്രിക്റ്റ് ചെയ്യുന്ന ആ പോർഷൻ മാത്രമേ ഉള്ളൂ. അത് കൺസിഡേർഡ് ആസ് എ വെക്ടർ ക്വാണ്ടിറ്റി. കറണ്ട് ഡെൻസിറ്റി ഈസ് വെക്ടർ ക്വാണ്ടിറ്റി. ഇലക്ട്രിക് കറണ്ട് ഇൻ കണ്ടക്ടേഴ്സ്. കണ്ടക്ടേഴ്സിനകത്ത് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഒരു ചെറിയൊരു കണ്ടക്ടർ ആണെങ്കിൽ ഇതിനകത്തൊക്കെ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. ഇലക്ട്രോൺസ് അങ്ങോട്ടും ഇങ്ങോട്ടും റാൻഡം മോഷനിലായിരിക്കും. അതിന് നെറ്റ് തെർമൽ വെലോസിറ്റി ഈസ് കൺസിഡേർഡ് ആസ് 0. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതൊരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുവാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണോ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നത്. ഇലക്ട്രിക് കറണ്ട് ഈസ് ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ്. ഇലക്ട്രിക്കൽ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ്. ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ തിരിച്ചാണ്. അപ്പോൾ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് കറണ്ട് പോസിറ്റീവ് ടു നെഗറ്റീവ് എന്ന് പറയുന്നു. പക്ഷേ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നത്. പോസിറ്റീവ് നെഗറ്റീവ് അല്ല, നെഗറ്റീവ് പോസിറ്റീവിലേക്കാണത് മൂവ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഈ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഇലക്ട്രോൺസിന് ആക്സിലറേഷൻ ലഭിക്കും. ആക്സിലറേഷൻ ലഭിക്കുമ്പോൾ ആ വെലോസിറ്റി ചേഞ്ച് ഉണ്ടാകുന്നതുകൊണ്ടാണ് ആക്സിലറേഷൻ. പക്ഷേ ആ കിട്ടുന്ന അഡീഷണൽ എക്സ്ട്രാ വെലോസിറ്റി പെട്ടെന്ന് തന്നെ അത് കുറയും. കാര്യം ഈ ഇലക്ട്രോൺസ് അടുത്തുള്ള ഫ്രീ ഇലക്ട്രോൺസിനെ കൊളൈഡ് ചെയ്യുന്നു, പോസിറ്റീവ് അയോൺസ് ഇപ്പോൾ കൊളൈഡ് ചെയ്യുന്നു, അങ്ങനെയല്ല അത് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ ആസ് എ നെറ്റ് എഫക്റ്റ് എ കോൺസ്റ്റൻറ്റ് വെലോസിറ്റി ഈസ് അക്വയർഡ് അപ് ടു സം ടൈം. ദിസ് വെലോസിറ്റി ഈസ് കോൾഡ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. അപ്പോൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഈസ് a velocity with which the electron can acquire on application of external electric field. That is called a drift velocity. അപ്പോൾ അത്രയും കാര്യം നമ്മൾ പറഞ്ഞു. ഇലക്ട്രിക് കറണ്ട് എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് കറണ്ട് പറഞ്ഞു, കറണ്ട് ഡെൻസിറ്റി പറഞ്ഞു, ദെൻ ഇലക്ട്രിക് കറണ്ട് ഇൻ കണ്ടക്ടേഴ്സ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് ഈ വോൾട്ടേജ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് പഠിച്ചു, കറണ്ടും പഠിച്ചു. അപ്പോൾ ഒരു ഡൗട്ട് ആകും, ഇത് തമ്മിലുള്ള ബന്ധം എന്താണ്? കറണ്ട് ചിലപ്പോൾ വോൾട്ടേജ് സെയിം ആയിട്ട് നിൽക്കുന്നു, കറണ്ട് വേരി ചെയ്യുമ്പോൾ വർക്കിൽ അത് ചെയ്യുന്ന പ്രവൃത്തിയിൽ വ്യത്യാസം വരുന്നു, ഒരു പവർ കൂടുന്നു, കറണ്ട് കൂടുമ്പോൾ പവർ കൂടുന്നു. അതിനൊരു പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ചെറിയ ഒരു എക്സാമ്പിൾ നമുക്ക് കാണിച്ചു തരാം. വോൾട്ടേജും കറണ്ടും ഉള്ള ബന്ധം കാണിക്കുന്നു ചെറിയ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പോൾ ചാർജ് ചെയ്ത ഒരു ഫുൾ ചാർജ് ചെയ്ത ബാറ്ററി നമ്മൾ കൺസിഡർ ചെയ്യാൻ പോവാണ്. അതിൽ ഒരു വാട്ടർ ടാങ്ക് ഇവിടെ വെച്ചിരിക്കുന്നു. ഒരു ഹൈറ്റിലാണ് വെച്ചിരിക്കുന്നത്, ഒരേ ഹൈറ്റിലാണ് ആ വാട്ടർ ടാങ്ക് ഇരിക്കുന്നത്, ഒരേ ഹൈറ്റിലാണ്. അത് വെള്ളം നിറയ്ക്കുന്നു. ആ വാട്ടർ ടാങ്കിൽ നിറച്ച് വെള്ളം എടുക്കുന്നു. ചെറിയ ഒരു ഓപ്പണിംഗ് കൊടുക്കും, ചെറിയൊരു ഓപ്പണിംഗ് ആണ്. അതുവഴി വെള്ളം താഴേക്ക് അത് വീഴുന്നുണ്ട്. ഇതിലും ഞാൻ അതുപോലെ തന്നെ വെള്ളം നിറയ്ക്കുന്നു. ഒരേ ഹൈറ്റിൽ തന്നെയാണിത്. വലിയൊരു ഓപ്പണിംഗ് കൊടുക്കുന്നത്, വലിയൊരു ഓപ്പണിങ്ങിനകത്ത് അവിടെ വെള്ളം വീഴുന്നു. ചെറിയ ഓപ്പണിംഗ്. ഈ പോയിന്റ് വൈ, ഈ പോയിന്റ് വൈ, ഇത് എ, ഇത് ബി.
ചാർജ് ഉള്ള ഒരു ബാറ്ററി ആയിട്ട് കൺസിഡർ ചെയ്യുക. ഇവിടെ ഈ ഹൈറ്റ് ആണ് ഞാൻ വോൾട്ടേജ് ആയിട്ട് കൺസിഡർ ചെയ്തത്. ഹൈറ്റ് ഈസ് ദ വീക്ക്നെസ് ദ വോൾട്ടേജ്. ഇവിടെ സെയിം വോൾട്ടേജ്, സെയിം ഹൈറ്റ് ആകുമ്പോൾ സെയിം വോൾട്ടേജ് ആണ്. ഇവിടെ ചെറിയൊരു പൈപ്പാണ്, ഇവിടുന്ന് വീഴുന്ന വെള്ളമാണ് കറണ്ടായിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ചെറിയ പൈപ്പിൽ കൂടി വീഴുന്ന വെള്ളം, അത് ഇവിടെ പ്രയോഗിക്കുന്ന പ്രഷർ കുറവാണ് കമ്പയർഡ് ടു ദിസ് പീക്ക്. ഇവിടെ വലിയൊരു പൈപ്പാണ്, കൂടുതൽ വെള്ളം താഴോന്ന് വീഴുന്നു. ആ വീഴുന്ന വെള്ളം ആ വഴിയിൽ പ്രയോഗിക്കുന്ന പ്രഷർ കൂടുതലാണ്. ഇത് കറണ്ടായിട്ട് കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഇവിടെ കറണ്ട് വോൾട്ടേജ് സെയിം ആണ്. കറണ്ട് കൂടുമ്പോൾ അവിടെ പവർ കൂടുന്നു. അത് ചെയ്യുന്ന പ്രവൃത്തി വർക്ക് കൂടുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഹൈറ്റ് കൂടുമ്പോഴും ഈ ഹൈറ്റ് വ്യത്യാസപ്പെടുത്തുവാണെങ്കിലും അതിന് വ്യത്യാസം സംഭവിക്കും. അപ്പോൾ അങ്ങനെയാണ് വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ബന്ധം ഒന്ന് അറിഞ്ഞിരിക്കുക. ചിലപ്പോൾ ചിലർക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാം, വോൾട്ടേജ് സെയിം കറണ്ട് കൂടുമ്പോൾ എങ്ങനെയാണത് ചേഞ്ച് ഉണ്ടാകുന്നത്. ഒരു എക്സാമ്പിൾ മനസ്സിൽ തോന്നുക. അപ്പോൾ ഇവിടെ കറണ്ട് കുറവാകുമ്പോൾ ഇവിടെ പ്രഷർ കുറവായിട്ട് അനുഭവപ്പെടുന്നത്. ഇവിടെ കറണ്ട് കൂടുന്നു, വലിയൊരു ട്യൂബാണ്, കൂടുതൽ വെള്ളം വന്ന് വീഴുന്നു, അപ്പോൾ അവിടെ പ്രഷർ കൂടുന്നു. അപ്പം അങ്ങനെ ആ ഒരു കമ്പാരിസണിലൂടെ അത് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഇനി അടുത്ത് നമുക്ക് ഓംസ് ലോ. ഓംസ് ലോ ഒരു ബേസിക് ലോ ആണ് റിഗാർഡിംഗ് ഇലക്ട്രിക് കറണ്ട് ഇൻ കണ്ടക്ടേഴ്സ്. ജോർജ് സൈമൺ ഓം 1828 ഈ ലോ കണ്ടുപിടിച്ചത്. ഓംസ് ലോ ഒരു ബേസിക് ലോ റിഗാർഡിംഗ് ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറണ്ട് ഇൻ കണ്ടക്ടേഴ്സ് ആണ്. അദ്ദേഹം പറഞ്ഞത് ഒരു കണ്ടക്ടറിൽ കൂടി പാസ് ചെയ്യുന്ന കറണ്ട് അത് കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലാണെങ്കിൽ ഒരു ഗിവൺ കണ്ടക്ടറിൽ കൂടെ പാസ് ചെയ്യുന്ന കറണ്ട് ഈസ് directly proportional to potential difference across its ends. That is V proportional to I. Voltage is proportional to I. Potential difference between ends. ആ ഒരു കണ്ടക്ടറിന്റെ എൻസിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂടുകയാണെങ്കിൽ പാസ് ചെയ്യുന്ന കറണ്ടും കൂടുന്നു. ഓർ V is equal to I R എന്ന് കൊടുക്കാം. This R is a constant called the resistance of the conductor. പ്രതിരോധം, അതായത് ഇലക്ട്രോൺസിൻ്റെ ഫ്ലോയ്ക്ക് തടസ്സം സൃഷ്ടിക്കുക, റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. റെസിസ്റ്റൻസ് ഇറ്റ് ഈസ് ദ ഹിൻഡ്രൻസ് ഒഫേർഡ് ബൈ ഹിൻഡ്രൻസ് തടസ്സമാണ്. ഹിൻഡ്രൻസ് ഈ എച്ച് വിട്ടു പോകരുത്. ഹിൻഡ്രൻസ് ഒഫേർഡ് ബൈ ദ റെസിഡ്യൂവൽ ആറ്റംസ്, പോസിറ്റീവ് അയോൺസ്, ഇംപ്യൂരിറ്റി ആറ്റംസ് ടു ദി ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ്. ആ തടസ്സപ്പെടുത്തുന്നു. അതിനാണ് ഈ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതൊരു കോൺസ്റ്റൻ്റ് ആണ്. അതിൻ്റെ യൂണിറ്റ് ഓം ആണ്. OHM. ജോർജ് സൈമൺ ഓം. അദ്ദേഹത്തുള്ള ബഹുമാനാർത്ഥമാണ് പേര് കൊടുത്തേക്കുന്നത്. ഒരു ക്രാബ് ഇരിക്കുന്ന പോലെ അതിൻ്റെ സിമ്പിൾ ശ്രദ്ധിക്കുക. ഇങ്ങനെയാണ് അതിൻ്റെ സിമ്പിൾ. ഓം ഇസ് യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ്. അടുത്ത ഒരു ടോപ്പിക് കൂടെ നമ്മൾ ഇതിനകത്ത് വരുന്നുണ്ട്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ്. ഓംസോടെ ബാക്കിയായിട്ട് വരുന്നതാണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ. ഏതൊക്കെ ഫാക്ടേഴ്സിനെ റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന് നോക്കാം. ഇതാണ് ഓംസ് ലോ. V ഈസ് ഈക്വൽ ടു IR or V പ്രൊപ്പോർഷണൽ ടു I ആണ്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ. റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ. ലെങ്ത് കൂടുമ്പോൾ ആ കണ്ടക്ടർ റെസിസ്റ്റൻസും കൂടുന്നു. ദ റെസിസ്റ്റൻസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് ദി കണ്ടക്ടർ. ഒരു കണ്ടക്ടറിൻ്റെ ഏരിയ ക്രോസ് സെക്ഷൻ ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ റെസിസ്റ്റൻസ് കുറയുന്നു. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. പിന്നെ റെസിസ്റ്റൻസ് പ്രൊപ്പോർഷണൽ ടു റെസിസ്റ്റൻസ് ഡിപ്പെൻഡ്സ് ഓൺ ദ മെറ്റീരിയൽ ഓഫ് ദി കണ്ടക്ടർ. മൂന്നാമത്തെ ഫാക്ടറാണ്. ആൻഡ് ഓൾസോ ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ. രണ്ട് പല രീതിയിലാണ്. കണ്ടക്ടേഴ്സ് ആണെങ്കിൽ സെമി കണ്ടക്ടേഴ്സ് ആണെങ്കിൽ അത് രണ്ട് രീതിയിലാണ്. ഇപ്പോൾ അതിനെപ്പറ്റി പിന്നീട് ഞാൻ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ 4 ഫാക്ടേഴ്സ് റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നു. ഒന്നാമത്തെ ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ, ഏരിയ ക്രോസ് സെക്ഷൻ ഓഫ് ദി കണ്ടക്ടർ, മൂന്നാമത്തെ മെറ്റീരിയൽ ഓഫ് ദി കണ്ടക്ടർ അല്ലെങ്കിൽ നേച്ചർ ഓഫ് ദി കണ്ടക്ടർ, നാലാമത്തത് ടെമ്പറേച്ചർ ഓഫ് ദി കണ്ടക്ടർ. ഇതുകളുടെ കമ്പൈൻ ചെയ്യുമ്പോൾ R proportional to L by A. പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടി കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം.
R is equal to rho royal by A, royal by A, where rho is called resistivity of the material of the conductor. Resistivity എന്ന ടേമാണ് resistivity of the material of the conductor. റെസിസ്റ്റൻസും റെസിസ്റ്റിവിറ്റിയും ഒന്നല്ല, അത് ഒന്നാകുന്ന ഒറ്റ കേസിൽ മാത്രമേ ഉള്ളൂ. അത് if L is equal to 1 meter, A is equal to 1 meter square ആണെങ്കിൽ then R is equal to rho. റെസിസ്റ്റൻസും റെസിസ്റ്റിവിറ്റി ഈക്വൽ ആകുന്നത് resistance is numerically equal to resistivity if it has unit length and യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ആ സാമ്പിളിൻ്റെ റെസിസ്റ്റൻസും റെസിസ്റ്റിവിറ്റിയും, അതായത് 1 മീറ്റർ ലെങ്തും 1 മീറ്റർ സ്ക്വയർ ഏരിയ ക്രോസ് സെക്ഷനുള്ള ഒരു സാമ്പിളിൻ്റെ റെസിസ്റ്റൻസ് തന്നെയാണ് അതിൻ്റെ റെസിസ്റ്റിവിറ്റി. അല്ലെങ്കിൽ 1 സെൻറ്റിമീറ്റർ ലെങ്തും 1 സെൻറ്റിമീറ്റർ സ്ക്വയർ ഏരിയ ക്രോസ് സെക്ഷനുള്ള ഒരു സാമ്പിളിൻ്റെ റെസിസ്റ്റിവിറ്റിയാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റെസിസ്റ്റിവിറ്റി ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദി മെറ്റീരിയൽ ഓഫ് ദി കണ്ടക്ടർ. മെറ്റീരിയലിന് ഏത് കോപ്പർ വയർ ആണെങ്കിൽ ആ കോപ്പറിൻ്റെ ഏത് ലെങ്ത് ഉള്ള വയർ എടുത്താലും അതിൻ്റെ റെസിസ്റ്റിവിറ്റി സെയിം ആയിരിക്കും. പക്ഷേ ലെങ്ത് മാറുന്നതനുസരിച്ച് റെസിസ്റ്റൻസ് മാറുന്നു. അത് ഈക്വൽ അല്ല എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. അപ്പോൾ റെസിസ്റ്റിവിറ്റി റോയുടെ ഇക്വേഷൻ എഴുതാം. റോ ഈസ് ഈക്വൽ ടു ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ RA/L എന്ന് എഴുതാം. RA/L. അപ്പം അത് യൂണിറ്റ് കണ്ടുപിടിക്കാൻ പോവാണ്. റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ഓം ആണ്, ഏരിയയുടെ മീറ്റർ സ്ക്വയർ ആണ്, ലെങ്തിൻ്റെ എം ആണ്. ഒരു എം ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഓം മീറ്റർ. ഓം മീറ്റർ ഈസ് ദ യൂണിറ്റ് ഓഫ് റെസിസ്റ്റിവിറ്റി. ഓം മീറ്റർ ഈസ് ദ യൂണിറ്റ് ഓഫ് റെസിസ്റ്റിവിറ്റി. അത്രയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി അടുത്തത് ഓംസ് ലോയുടെ വേറൊരു ഇക്വേഷൻ, ഒരു ഓൾട്ടർനേറ്റീവ് മെത്തേഡ് നമുക്കത് വേറൊരു ഇക്വേഷൻ വെച്ചത് ഡിറൈവ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഓൾട്ടർനേറ്റീവ് മെത്തേഡ് നമുക്കൊന്ന് നോക്കാൻ പോവാണ്. ഓംസ് ലോയുടെ Ohm's law. പഠിച്ചത് V is equal to IR. V is equal to IR. ഇപ്പോൾ പഠിച്ചാണ് ആറിൻ്റെ ഇക്വേഷൻ ഈസ് ഈക്വൽ ടു I ഇൻറ്റു റോ L ബൈ E എന്ന് എഴുതാം. റോയൽ ബൈ എ. R is equal to റോയൽ ബൈ എ. നമ്മൾ നേരത്തെ പഠിച്ചതാണ് V is equal to I ബൈ എ കറണ്ട് ഡെൻസിറ്റി ആണ്. അപ്പോൾ J റോ L എന്ന് എഴുതാം. J റോ L. കഴിഞ്ഞ ക്ലാസ്സിൽ ആദ്യം പഠിച്ചതാണ് V is equal to E ഇൻറ്റു ഡി അല്ലെങ്കിൽ E ഇൻറ്റു എൽ എന്ന് പഠിച്ചതാണ്. അല്ലെങ്കിൽ V ബൈ എൽ ഈസ് ഈക്വൽ ടു E എന്ന് എഴുതാം. V ബൈ എൽ ഈസ് ഈക്വൽ ടു E. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ V ബൈ എൽ ഈസ് ഈക്വൽ ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെങ്കിൽ E ഈസ് ഈക്വൽ ടു J റോ എന്ന് എഴുതാം. J റോ. റോ ഇസ് ദ റെസിസ്റ്റിവിറ്റി. റെസിപ്രോക്കൽ ഓഫ് resistivity is conductivity. Reciprocal of sigma is equal to 1 by rho. റെസിസ്റ്റിവിറ്റിയുടെ റെസിപ്രോക്കലാണ് കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ J ഈസ് ഈക്വൽ ടു E ബൈ റോ എന്ന് എഴുതാം. E ബൈ റോ. J ഈക്വൽസ് E ബൈ റോ. അല്ലെങ്കിൽ J ഈസ് ഈക്വൽ ടു സിഗ്മ E എന്ന് എഴുതാം. കറണ്ട് ഡെൻസിറ്റി J ഈസ് ഈക്വൽ ടു സിഗ്മ E. ഇത് ഒരു ഓൾട്ടർനേറ്റീവ് ഇക്വേഷനാണ്. ഇതും V ഈസ് ഈക്വൽ ടു IR എന്ന് എഴുതുന്ന പോലെ തന്നെ ഒരു ഇക്വേഷനാണ് J ഈസ് ഈക്വൽ ടു സിഗ്മ E എന്ന് പറയുന്നത്. സിഗ്മ ഇസ് ദ കറണ്ട് ഡെൻസിറ്റി. ഇത്രയാണ് നമുക്ക് ഈ ടോപ്പിക്ക് ഇത്ര നമുക്ക് പഠിക്കാം. ബാക്കി അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം. ഈ പഠിച്ചൊന്നുകൂടെ നോക്കാം. വാട്ട് ഈസ് ഇലക്ട്രിക് കറണ്ട്? ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ഡയറക്റ്റ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് വേണമെങ്കിൽ ഇറ്റ് ഇസ് എ ചാർജ് ഫ്ലോയിങ് പെർ സെക്കൻഡ് Q/T. ഇൻസ്റ്റൻറ്റേനിയസ് മാഗ്നിറ്റ്യൂഡ് വ്യത്യാസം ഉണ്ടെങ്കിൽ ഇൻസ്റ്റൻറ്റേനിയസ് കറണ്ട് DA is equal to dQ/dt എന്ന് കൊടുക്കാം. യൂണിറ്റ് ആംപിയറാണ്. ദെൻ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് കറണ്ട് പറഞ്ഞു. ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് കറണ്ട് ഈസ് ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ്. ആക്ച്വൽ ഫ്ലോ നെഗറ്റീവ് ടു പോസിറ്റീവ് ആണെങ്കിലും ഇതൊരു സ്കെയർ ക്വാണ്ടിറ്റിയാണ്, വെക്റ്റർ ക്വാണ്ടിറ്റി അല്ല. കാര്യം ഇറ്റ് ഡസ് നോട്ട് ഒബേ ദ ലോസ് ഓഫ് വെക്റ്റർ അഡീഷൻ.
പിന്നെ ഓംസ് ലോ അതിൻ്റെ ട്രിഫ്റ്റ് വെലോസിറ്റി പറഞ്ഞു. ട്രിഫ്റ്റ് വെലോസിറ്റി ഒരു എക്സ്ട്രാ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു കണ്ടക്ടറിന് ഇലക്ട്രോൺസ് കിട്ടുന്ന നെറ്റ് വെലോസിറ്റിയാണ് ഒരു കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയാണ് ട്രിഫ്റ്റ് വെലോസിറ്റി എന്ന് അറിയപ്പെടുന്നത്. ഇത് വളരെ ചെറിയ വെലോസിറ്റിയാണ്. ഓർഡർ 10⁻³ mm/s ഒക്കെ അത് കാണത്തുള്ളൂ. വളരെ ചെറിയ വെലോസിറ്റിയാണ് ട്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത്. ദെൻ ഓംസ് ലോ ഒരു ബേസിക് ലോ ആണ് റിഗാർഡിംഗ് ദ ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറണ്ട്. ജോർജ് സൈമണോ ഇൻ 1828 അദ്ദേഹം അത് കണ്ടുപിടിച്ചത്. അതായത് അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ എ കണ്ടക്ടർ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ഇയൻസ് V പ്രൊപ്പോർഷണൽ ടു I അല്ലെങ്കിൽ V is equal to IR. അത് ഇക്വേഷൻ പ്രോബ്ലം ഒക്കെ ചോദിക്കുമ്പോൾ ഇക്വേഷൻ പെട്ടെന്ന് നോക്കാൻ വേണ്ടി നമ്മൾ ടെക്നിക്ക് ഉപയോഗിക്കും. V is equal to ഒരു ട്രയാങ്കിൾ നമ്മൾ വരയ്ക്കുക. ട്രയാങ്കിളിനകത്ത് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുക. ഇത് V, ഇവിടെ I. ഒരു എൻട്രൻസ് ഒക്കെ നമുക്ക് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഇക്വേഷൻ തിരിഞ്ഞു പോകും. അതുകൊണ്ട് V is equal to IR. V is equal to IR. I വേണമെങ്കിൽ V/R, R വേണമെങ്കിൽ V/I. ഇപ്പോൾ ട്രയാങ്കിളിനകത്ത് ഇതുപോലെ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആ ഇക്വേഷൻ, അല്ലെങ്കിൽ പെട്ടെന്ന് ഓർക്കുമ്പോൾ R is equal to I/V ആണോ അല്ലെങ്കിൽ I is equal to R/V ആണോ, ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ഒരു വരച്ച് വെക്കുകയാണെങ്കിൽ V is equal to IR, R equal to V/I, I equal to V/R എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ. 4 ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്നാമത്തെ ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, അടുത്തത് മെറ്റീരിയൽ ഓഫ് ദി കണ്ടക്ടർ, അടുത്തത് ടെമ്പറേച്ചർ. അത് ജോയിൻ ചെയ്യുമ്പോഴാണ് R is equal to ρL/A എന്ന് കിട്ടും. റോ ഇസ് റെസിസ്റ്റിവിറ്റി ഓഫ് ദി മെറ്റീരിയൽ ഓഫ് ദി കണ്ടക്ടർ. റെസിസ്റ്റൻസിൽ യൂണിറ്റ് ഓം ആണ്, റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് ഓം മീറ്റർ ആണ്. പിന്നെ ഇതൊരു വേറൊരു ഇക്വേഷൻ ഓൾട്ടർനേറ്റീവ് ഫോം ആണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഇക്വേഷനാണ് J is equal to σE. ഇതും ഓംസിനോട് ഇക്വേഷൻ തന്നെയാണ്, കിട്ടിയതാണല്ലോ കാണിച്ചിട്ട് എന്നൂടെ പറയാം. V is equal to IR, ആറിന് വേറെ ρL/A കൊടുത്തു. അടുത്തത് I/Aക്ക് വരെ J കൊടുത്തു. J ρL. V/L കിട്ടുള്ളൂ. V/L is equal to E എന്ന് കൊടുത്തു. V/L is equal to E. പിന്നെ E is equal to J ρ എന്നത് J ρ. അല്ലെങ്കിൽ J equals C/ρ. C/ρ എഴുതാം. സിഗ്മ ഈക്വൽസ് 1/ρ കണ്ടക്ടിവിറ്റിയാണിത്. അല്ലെങ്കിൽ J is equal to സിഗ്മ E. J ഡെൻസിറ്റി, സിഗ്മ കണ്ടക്ടിവിറ്റി, ഈ ഇലക്ട്രിക് ഫീൽഡാണ്. ഇത്രയാണ്. ഇതിൻ്റെ നോട്ട് ഞാൻ അടുത്ത ക്ലാസ്സിൽ ഞാനത് ഡിസ്കസ് ചെയ്തൊക്കെ തരുന്നതാണ്. ഓക്കെ, ഈ ചാനൽ സബ്സ്ക്രൈബ് ഇട്ടില്ലെങ്കിൽ വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അതിൽ കമൻറ്റ് ബോക്സിൽ കാണിക്കുക. അതിന് ഡൗട്ട് ഉണ്ടെങ്കിൽ സൂം ആപ്പ് വഴി എടുക്കുന്ന ക്ലാസ്സിൽ നിങ്ങൾ ചോദിക്കുക. അത് ഞാനത് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.